പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്ന നക്ഷത്ര ജാതകരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സർവ്വ ഐശ്വര്യം വരാൻ പോകുകയാണ്. ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ഉണ്ടാകുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളൊരു കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് പറയേണ്ട ഭാഗ്യശാലികൾ കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് സർവ ഐശ്വര്യങ്ങൾ ലഭിച്ചു തുടങ്ങാനുള്ള പല വഴികളും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. തൊഴിൽ രംഗം മെച്ചപ്പെടുകയും അവിടെ ഐക്യത്തോടുകൂടി സഹപ്രവർത്തകരോടൊപ്പം മുന്നോട്ട് പോകാനുള്ളൊരു ഭാഗ്യം ഇവർക്ക് വരുന്നുണ്ട്. കാർത്തിക നക്ഷത്ര ജാതകരുടെ സന്താനങ്ങൾക്ക് നല്ല വിവാഹയോഗം, തൊഴിൽ ഭാഗ്യം എന്നിവ ലഭിക്കുന്നതിലൂടെ കുടുംബം കുറച്ച് പച്ച പിടിച്ച് തുടങ്ങുന്ന സാഹചര്യങ്ങളും നേരിട്ട് അനുഭവിച്ച് അറിയാൻ സാധിക്കും. തൊഴിൽ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ യന്ത്ര തകരാർ മൂലം പ്രവൃത്തി തടസ്സം നേരിട്ടവർക്ക് അത് മാറിക്കിട്ടും. പ്രാർത്ഥനകൾക്ക് ഫലം കാണുകയും ആഗ്രഹിച്ച കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് നടന്നു തുടങ്ങുകയും ചെയ്യും. സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. പല പ്രകാരേണ ധനാഗമങ്ങൾ ഉണ്ടാകും. കാര്യസാധ്യങ്ങളും പ്രതീക്ഷിക്കാം. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറഞ്ഞു തുടങ്ങും. കലഹ സ്വഭാവം കുറഞ്ഞു തുടങ്ങും. പ്രായോഗിക ബുദ്ധി പ്രകടിപ്പിക്കുന്നതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അപമാനം ഏൽക്കേണ്ട സാഹചര്യങ്ങളിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കാം. ബന്ധുക്കളുടെ സഹായം ലഭിക്കും. പാവപ്രവൃത്തികൾ ചെയ്യാതെ ഒന്ന് ശ്രദ്ധിക്കുക. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ സംഭവിക്കുന്ന സമയമായതുകൊണ്ട് പ്രാർത്ഥനകളും വേണം. വ്യായാധിക്യം മൂലം ബുദ്ധിമുട്ടിയവർക്ക് അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് ഒരുപാട് നല്ല പുരോഗതികൾ കൈവരിക്കാൻ ഉള്ള സന്ദർഭങ്ങളും ലഭിക്കും. ദോഷനിവാരണത്തിന് ശിവന് ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ കാർത്തിക നക്ഷത്ര ജാതകർ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി മകീരം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. ഇനിയുള്ള ദിവസങ്ങളൊക്കെ ചിലവുകൾ നിയന്ത്രിച്ചുകൊണ്ട് കുടുംബാംഗങ്ങൾക്കും സന്താനങ്ങൾക്കും വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ചെറിയൊരു തുക മാറ്റിവെക്കാൻ ഈ നക്ഷത്രത്തിൽ ജനിച്ച മാതാപിതാക്കൾക്ക് സാധിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതോടുകൂടി ഭവനത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇവർക്ക് മാറിത്തുടങ്ങും. തൊഴിലിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ചില വിശേഷ ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും. ദാമ്പത്യ സുഖം ഉണ്ടാകും. കമിതാക്കളുടെ വിവാഹം നടക്കും. സത്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കും. ധനകാര്യ പ്രവർത്തനങ്ങൾ കൂടുതൽ ഭംഗിയായി നടത്താൻ സാധിക്കും. പൊതുവെ സുഖ അനുഭവങ്ങളും ഉണ്ടാകും. നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ ശ്രദ്ധിക്കണം. നിർബന്ധ ബുദ്ധി പ്രകടമാക്കും. ക്രൂര ചിന്തകൾ മനസ്സിൽ ഉദിക്കും. ജലമാർഗങ്ങൾ വഴിയുള്ള യാത്രകൾ ശ്രദ്ധിക്കണം. വലിയ ദുഃഖ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. ബന്ധുജനങ്ങൾക്ക് സഹായം ഉണ്ടാകും. ദോഷനിവാരണത്തിന് ശിവന് മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇവരെ ഏറെ വിഷമിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തർക്ക വിഷയത്തിൽ പൂർണ്ണ വിജയം കൈവരിക്കും. സന്താന ഉൽപാദനത്തിലുള്ള ചികിത്സകൾ തടസ്സം വരാതെ നടക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ വലിയ താല്പര്യമെടുത്ത് പ്രവർത്തിക്കാതിരിക്കുക. അത് ബുദ്ധിമുട്ടിലേക്ക് പോകും. പാപകർമ്മങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. പുതിയ സംരംഭങ്ങൾ വിജയിക്കും. മറ്റുള്ളവരെക്കുറിച്ചുള്ള അപവാദങ്ങൾ പറയാതിരിക്കുക. അതുപോലെ തന്നെ ബന്ധുജനങ്ങളെ കൊണ്ട് ചില നേട്ടങ്ങളും ഇവർക്ക് ലഭിക്കും. അലങ്കാര വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും. അഭീഷ്ടകാര്യ സിദ്ധി ഉണ്ടാകും. വ്രണങ്ങൾ, പ്രമേഹബന്ധിയായിട്ടുള്ള മറ്റ് അസുഖങ്ങൾ
സന്ധിവേദന ഇവ ശ്രദ്ധിക്കണം. പലവിധത്തിലുള്ള ആപത്തുകളും ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയും. ചില സുഖ അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. ധനകാര്യ പ്രവർത്തനങ്ങൾക്ക് മുടക്കം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നാൽക്കാലികൾക്ക് അസുഖങ്ങൾ വരികയും ജീവനാശം സംഭവിക്കാനും സാധ്യതയുള്ളത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷനിവാരണത്തിന് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ചും നോക്കാം. കുടുംബത്തിനും ബന്ധുക്കൾക്കും സന്താനങ്ങൾക്കും എല്ലാം ഐശ്വര്യം ഉണ്ടാകുന്ന തരത്തിൽ ചില നല്ല കാര്യങ്ങൾ ആയില്യം നക്ഷത്ര ജാതകർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ബന്ധുക്കളുടെ സഹകരണം മൂലം സന്തോഷം നിറഞ്ഞ സന്ദർഭങ്ങളും കൂടുതലായിട്ട് ലഭിക്കും. ആയില്യം നക്ഷത്രക്കാർക്കോ അവരുടെ സന്താനങ്ങൾക്കോ വിവാഹം ഉറപ്പിക്കുന്നതിനുള്ള ഭാഗ്യം തെളിഞ്ഞു വരുന്നുണ്ട്. കുടുംബത്തിൽ സ്ത്രീകൾ മൂലം ചില നേട്ടങ്ങൾ കണ്ടു തുടങ്ങും. ഗവൺമെൻറ്റുമായിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നീങ്ങി പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ ലഭിക്കും. പണം തിരികെ തരാനും ഉള്ളവരുമായിട്ടുള്ള കലഹങ്ങൾ വലുതാകാതെ ഈ സമയത്തൊന്ന് ശ്രദ്ധിക്കണം. നേതൃഗുണം ലഭിക്കും. അധികാരസ്ഥാനങ്ങളിൽ എത്താനുള്ള സാധ്യതകളുണ്ട്. അച്ഛനുമായോ പിതൃതുല്യവരുമായിട്ടുള്ള മറ്റുള്ളവരുമായിട്ടോ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. ക്ഷമാശീലം വർദ്ധിക്കും. ദാനശീലം കൊണ്ട് കുറച്ച് ദൈവിക ഗുണങ്ങൾ ഭാഗ്യങ്ങൾ ഇവർക്ക് ഉണ്ടാകും. മറ്റുള്ളവരോട് അനാവശ്യമായി ദേഷ്യപ്പെടാതിരിക്കുക. പലവിധ രോഗാരിഷ്ടതകൾ, പ്രത്യേകിച്ച് ത്വക്കുബന്ധിയായ രോഗങ്ങൾ ഇവയ്ക്ക് സാധ്യതയുണ്ട്. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. സഹായികളുമായിട്ട് വേർപിരിയേണ്ട സാഹചര്യങ്ങളുണ്ട്. ദോഷനിവാരണത്തിന് ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പൂരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. നല്ല അറിവുകൾ നേടാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങുന്നുണ്ട്. ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് ഇവരുടെ ഭാഗ്യം കൊണ്ട് വിദേശത്തോ ഒരു സർക്കാർ ഉദ്യോഗത്തിനോ സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട്. നല്ല അറിവുകൾ നേടാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂല സാഹചര്യമാണ്. മറ്റുള്ളവരെക്കുറിച്ച് നിന്ദ്യമായി സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കണം. കാര്യങ്ങൾ മെച്ചപ്പെടാൻ ഇനി സമയമെടുക്കില്ല. നേത്രരോഗം, ഉദരവ്യാധി ഇവ ശ്രദ്ധിക്കുക. കലഹഭയം മനസ്സിൽ നിന്ന് വിട്ടൊഴിയും. ശത്രുപീഡകൾ അതിജീവിക്കും. ഭൂമിയുടെ കച്ചവടത്തിൽ ലാഭം നേടാനാകും. ധനപരമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും ചില ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. തൊഴിൽ രംഗം മെച്ചപ്പെടും. ധനനേട്ട സാധ്യതകൾ കാണുന്നു. പ്രണയബന്ധങ്ങൾ സഫലമാകും. പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ നല്ല സമയമാണ്. നാൽക്കാലി വളർത്തൽ മെച്ചപ്പെടും. അഗ്നിബാധ ഒന്ന് ശ്രദ്ധിക്കണം. ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ചിത്തിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. സന്തോഷ അനുഭവങ്ങൾ മാറി മാറി അനുഭവിക്കാനും കുടുംബ ഐശ്വര്യത്തിനും സാധ്യതകൾ കൂടുതലാണ്. മക്കളുടെ ആരോഗ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ചില ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. ഇതുവരെ നേരിട്ട കാര്യതടസ്സങ്ങൾ മാറി പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നടന്നു കിട്ടും. സ്ഥാനമാനങ്ങളും സ്ഥാനക്കയറ്റവും ലഭിക്കും. കാൽനട യാത്ര കൂടുതലായിട്ട് വേണ്ടിവരും. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. ദന്തരോഗം ഉള്ളവർക്ക് പല്ലെടുക്കുകയും ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്യാം. വ്യായാധിക്യം ഉണ്ടാകും. ത്വക്കു രോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. തൊഴിൽ രംഗം മെച്ചപ്പെടും. മരാമത്ത് പണികൾ ചിലവ് കുറഞ്ഞു തുടങ്ങും. മംഗളകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങി പ്രതീക്ഷയ്ക്കൊത്ത് നടക്കും. ജന്തുക്കളുടെ ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. ദോഷനിവാരണത്തിന് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾ പൊടി ചാർത്തി സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി വിശാഖം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. സ്വന്തം ജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ മൂലം ഒന്ന് പച്ച പിടിച്ചു തുടങ്ങും. അതുകൊണ്ട് തന്നെ ബന്ധുജനങ്ങളോട് സ്നേഹബന്ധം കൂടുതലാകും. നല്ല വ്യക്തികളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ അവസരങ്ങളുണ്ട്. നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാൻ അവസരം ലഭിക്കും. മനസ്വസ്ഥത വർദ്ധിക്കും. മക്കളെ കൊണ്ട് സമാധാനം കൂടുതലായിട്ട് ലഭിക്കും. അതുപോലെ പുതിയ വീടിനായിട്ട് ശ്രമം തുടങ്ങിയാൽ വിജയസാധ്യതകൾ കൂടുതലാണ്. ധനനേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബജനങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം.
ഉദരവ്യാധി, പനി, ചുമ ഇവ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ദ്വാദശാക്ഷരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.